ഞാൻ പല ആളുകളും എന്നെ ബന്ധപ്പെട്ട് ബാക്കിയുള്ള അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും ബന്ധപ്പെട്ടും ബാക്കിയുള്ളതുണ്ട് പല ആൾക്കാരും ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ പല ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പണം നഷ്ടപ്പെട്ടിട്ടും പറഞ്ഞ സാധനങ്ങളെല്ലാം അങ്ങോട്ട് അയക്കുന്ന അങ്ങനത്തെ ഒരുപാട് 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 കഥകളുണ്ട്. പക്ഷെ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇതൊക്കെ ഉണ്ട്. ഇപ്പം ആർക്കെങ്കിലും വേണം, ചെറിയ ചെറിയ സാധനങ്ങൾ വേണം, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ തന്നെ മൊത്തം വേണം എന്നുള്ള അങ്ങനത്തെ ആൾക്കാർ. പക്ഷെ അത് ചൈനയിലുള്ള ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം അങ്ങോട്ട് ഇപ്പൊ കുറച്ചൊക്കെ വന്നു തുടങ്ങി. അന്നെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെല്ലുന്ന സമയത്ത് പറഞ്ഞാൽ ലാംഗ്വേജ് ഒന്നുമില്ല. ജസ്റ്റ് പറഞ്ഞാൽ ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒന്ന് പുറത്ത് പോകണം, അല്ലെങ്കിൽ ടോയ്ലറ്റ് എന്താണെന്ന് വെച്ചാൽ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പൊ അതൊന്നൊക്കെ അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്? ഓൾ ബൈ ആക്ഷൻസ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഇവൻ ഷൂ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് 5 years ബാക്ക് ആണ്. ബാത്റൂം പോകണമെന്ന് പറഞ്ഞാൽ ബാത്റൂം അറിയില്ല, ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അല്ല, അത് ഒരു ഡിഫിക്കൽട്ട് ഫാക്ടർ തന്നെയാണ്. ബിക്കോസ് നമുക്ക് നമ്മൾ പറയുന്ന ആ ഒരു മീഡിയമാണ് ലാംഗ്വേജ്. അത് മനസ്സിലാവാതെ വരുമ്പോൾ നമുക്ക് ഒരു കാര്യം അവിടെ നടക്കില്ല. ആൻഡ് പർട്ടിക്കുലർലി ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് അതിനെക്കാട്ടും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലാംഗ്വേജ് പഠിച്ചു? ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഇപ്പം എന്നിട്ടും നമുക്ക് കംപ്ലീറ്റ് എന്ന് പറഞ്ഞുകൂടാ, 100% എന്ന് പറഞ്ഞുകൂടാ, പക്ഷേ മനസ്സിലാവും. പിന്നെ നമ്മുടെ സ്റ്റാഫുകൾ എന്ന് വെച്ചാൽ നമ്മൾ അത് വെച്ചാൽ ഞാനിപ്പോൾ ഒരു 10-12 പേര് എനിക്ക് സ്റ്റാഫുണ്ട്. എല്ലാവരും ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർ വെക്കുന്നത്. അത് ചിലപ്പം യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ഉടനെ തന്നെ അവരെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. അവർക്ക് സ്റ്റാർട്ടിങ് സാലറി കൊടുത്തിട്ട് അങ്ങനെ അവരെ പഠിപ്പിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ. ഓക്കെ. ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു കണ്ടെയ്നറോ അല്ലെങ്കിൽ കണ്ടെയ്നറിൽ ചെറിയ ചെറിയ സ്പേസസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഗൂഡ്സ് ആണ് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്? നമ്മളെ കസ്റ്റമേഴ്സ് എന്ത് ആവശ്യപ്പെടുന്നോ ഈ കാറ്റലോഗ് ഒക്കെ അതിന്റെ ഒരു ഉദാഹരണമാണ്. ശരി. എന്ത് സാധനം ആർക്ക് എന്ത് വേണോ ആ സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം അതിന് വേണ്ടിയിട്ടാണ് ഈ ഓഫീസ് തുടങ്ങിയത്. ആർക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നത് വേണം. ഇപ്പം നമ്മൾ ടേബിളിൽ പുറത്തുണ്ട് എന്താണെങ്കിലും ആ സാധനം. ഇതിപ്പോ ഞാൻ കുറെ ദിവസം അന്വേഷിച്ച് നടക്കേണ്ട കാര്യമായിരുന്നു ഈ ഒരു സംഭവം. ഇത് റിയൽ ക്രിസ്റ്റൽ ആണ്. ഇപ്പൊ നമ്മള് പൊതുവെ പെൺകുട്ടികൾക്ക് ഇത് ഇങ്ങനത്തെ ഉള്ള സാധനത്തിലോട് വളരെ ഇഷ്ടമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അയച്ചു തരുമോ? തീർച്ചയായിട്ടും. എത്രയാണ് മിനിമം വോളിയം അയച്ചു തരുന്നത്? അങ്ങനെ വോളിയം ഒന്നുമില്ല. കാരണം നമ്മളെ ലൈസൻസിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ കണ്ടെയ്നർ എപ്പോഴും വരും. ആ കണ്ടെയ്നർ ഒരു 15 ദിവസം മുതൽ 30 ദിവസം വരെ ടൈം വേണം നമുക്ക്. എന്ത് സാധനം വേണമെങ്കിലും ഈ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഈ സാധനം നമുക്ക് ചെയ്യാം. നമ്മൾ ചിലപ്പോൾ അവിടെ വന്ന് ആ സാധനത്തിനെ കണ്ടിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ട് അതിനെ നിങ്ങൾ ഓർഡർ ചെയ്ത സ്ഥലത്ത് നിങ്ങൾ മേടിച്ച് കണ്ടെയ്നറിൽ അയക്കുമോ? 2 വിധത്തിലാണ് നമ്മൾ ചെയ്യാറ്. സാധാരണ നമ്മൾ സ്വന്തമായിട്ട് എടുത്തിട്ട് അങ്ങനെ ഒരു സാധനം മാക്സിമം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി അവിടെ വന്നിട്ട് അവർ കണ്ട് ഇഷ്ടപ്പെട്ട് അവർ പർച്ചേസ് ചെയ്യുക. അപ്പൊ ലോജിസ്റ്റിക്സ് കൈൻഡ് ഓഫ് തിങ് ആണ്. അല്ല, ചില പാർട്ടീസ് ചെറിയ ചെറിയ സാധനങ്ങൾ അവർക്ക് വരാനും ബാക്കിയുള്ള പറ്റില്ല. ചെലവുകൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പൊ അവർ പറയും ഇപ്പൊ നമ്മളൊരു സാധനം കൊടുത്ത് ഫോട്ടോ അപ്പൊ അവർ പറയും ഇന്ന സാധനം വേണമെന്ന് പറയും. അതിന്റെ ഫോട്ടോ നമ്മൾ ഇമെയിൽ അയക്കും, അതിന്റെ പ്രൈസസ് അയക്കും, സ്പെസിഫിക്കേഷൻ അയക്കും. അവർ പറയും ഓക്കെ ഇത് ഓക്കെ നിങ്ങൾ എത്ര പീസ് അയച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പർച്ചേസ് അയക്കും. അതല്ല ലാർജ് ക്വാണ്ടിറ്റി ആണെങ്കിൽ അവരോട് പറയും നിങ്ങൾ വന്നോ, നിങ്ങൾ ചൂസ് ചെയ്തോ, സെലക്ട് ചെയ്ത് ഫാക്ടറി വിസിറ്റ് ചെയ്ത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് മാക്സിമം നല്ല ഇതിലാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള അതിന്റെ ലോജിസ്റ്റിക് ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു കമ്മീഷനിങ് ചാർജ് ആണോ നിങ്ങൾ? അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ അങ്ങനെ വരുന്ന ഒരു പാർട്ടി അവിടെ വന്ന് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അവിടെ വന്ന് ചൂസ് ചെയ്ത് അവർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ വെച്ചാൽ 3 to 5% നമ്മൾ സർവീസ് ചാർജ് ചെയ്യും. സർവീസ് ചാർജ്. അതല്ലെങ്കിൽ ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിൽ ആ വോളിയം ആണെങ്കിൽ അത് നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത് നമ്മൾ പറയും നമ്മൾ ആ സാധനം കൊടുത്തിട്ട് നമ്മൾ പർച്ചേസ് നമ്മൾ പർച്ചേസ് നമ്മൾ അതിന്റെ ഒരു റേറ്റ് കൊടുക്കും. ആ റേറ്റിൽ നമ്മൾ ഈ പൊതുവെ ചൈനയിൽ നമ്മൾ പൊതുവെ നമുക്ക് പറഞ്ഞു കേട്ട കാര്യങ്ങൾ ചൈന ഗൂഡ്സ് ആണ് ഒന്നിനും കൊള്ളില്ല എന്നാണ് നോർമലി. ഇറ്റ്സ് എ നോർമൽ ട്രെൻഡ് വിച്ച് ഈസ് പ്രിവെയിലിംഗ് ഇൻ ദ സൊസൈറ്റി. എന്തുകൊണ്ടാണ് പക്ഷേ ചൈനയിലും യു ഹാവ് വെരി ഗുഡ് ഗൂഡ്സ് ആൻഡ് ഓൾ? എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കോമൺ നെയിം ചൈനയ്ക്ക് കിട്ടിയിരിക്കുന്നത്? വളരെ സിമ്പിളാണ്. ചൈനയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാതരം ഗുഡ്സും ഉണ്ട്. അതായത് വെച്ചാൽ വളരെ ഇപ്പം ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളൊരു ഫാക്ടറിയിൽ പോയിട്ട് നമുക്ക് ഇന്നൊരു സാധനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങളെ മാർക്കറ്റ് ഏതാണ്. അത് ഏഷ്യ എന്ന് പറഞ്ഞാൽ സോറി വി കാനോട്ട് സപ്ലൈ. ചൈന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ABC ഗ്രേഡ് ഉണ്ട്. അപ്പം നമ്മളിവിടുന്ന് ആളുകൾ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഇതിനെന്താ വില, അത് പറയും ഓക്കെ $10.
കുറയോ അവൻ പറയും ഓക്കെ എത്രയും നിങ്ങളുടെ ടാർഗറ്റ് പ്രൈസ് എന്താണ് അവൻ പറയും ഒരു $8. അപ്പൊ അവരപ്പം തന്നെ കാൽക്കുലേറ്റ് ചെയ്യും അതെല്ലാം കൂടെ അതിന്റെ തിക്നെസ്സും ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ട് അവര് ചെയ്തിട്ട് പറയാം ഓക്കെ $8 തരാം. അപ്പൊ അവർക്ക് ഡൗട്ട് ഇത് നമ്മൾ പറഞ്ഞത് കൂടിപ്പോയോ എന്ന് പറയാം അല്ല $6 കിട്ടുമോ അപ്പോൾ വീണ്ടും അവര് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും $6 തരാം. അപ്പൊ അത് മനസ്സിലാക്കുന്നത് വെച്ചാൽ ശരിക്കും അവര് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരെ മെറ്റീരിയൽ കോസ്റ്റും ബാക്കിയുള്ളതും അവരെ വർക്ക്മാൻഷിപ്പ് കംപ്ലീറ്റ് നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്നത് വെച്ചാല് ഇത് നമ്മൾ ആ ഒറിജിനൽ ഈ സാധനത്തിന്റെ പ്രൈസ് ആണെന്ന് പറഞ്ഞിട്ട് ഈ സാധനമാണ് ഇവിടെ കൊണ്ടുവന്നത്. നമ്മള് ഇന്ത്യയിലും ബാർഗൈൻ ചെയ്ത് മേടിച്ച ഒരു ട്രെൻഡായി പോയി. അതാണ് സത്യം. പിന്നെ ചൈനയിലുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു വേറെ സത്യം ഇപ്പൊ യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ക്യൂ നിൽക്കുകയാണ് ചൈനയില്. ഇപ്പൊ ഏത് എക്സിബിഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നമുക്ക് യൂറോപ്യൻസ് അമേരിക്കൻസ് ആണ്. ഇന്ത്യക്കാർ ഏഷ്യൻസ് എന്ന് പറഞ്ഞാലുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ അവരാണ്. ഇപ്പം നമ്മൾ ചില ഫാക്ടറികളിൽ പോയിട്ട് നമുക്ക് ഇന്ന സാധനം വേണം ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും നിങ്ങളെ മാർക്കറ്റ് ഏതാ. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും ഇറിറ്റേറ്റ് എന്താ നിങ്ങളെന്താ മാർക്കറ്റ് എന്താ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ പൈസ തന്നാൽ പോരെ. ഞാൻ പറയാം അല്ല നിങ്ങൾ മാർക്കറ്റ് അറിയണം. സെയിൽസിൽ ഇരിക്കുന്ന ഇന്റർനാഷണൽ ട്രേഡിൽ ഇരിക്കുന്നത് പെൺകുട്ടികളായിരിക്കും. അതായത് പിന്നെ ഇന്റർനാഷണൽ ട്രേഡ് കഴിഞ്ഞ് ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ അവർ പറയും അല്ല അത് മാർക്കറ്റ് അറിയാതെ പറ്റില്ല. അപ്പം ഏഷ്യ സോറി വി കനോട്ട് സെയിൽ നമുക്ക് നിങ്ങളെ മാർക്കറ്റ് കാരണം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് കാരണം അവരെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. അത് വില കുറച്ച് കൊടുത്തു കഴിഞ്ഞ് അല്ലെങ്കിൽ ബാക്കിയുള്ളതുപോലെ തന്നെ ചീപ്പായിട്ടെന്ന് പറഞ്ഞാൽ അവരെ ആ കമ്പനി തന്നെ പോകും. അപ്പൊ ചൈനയിലെ ഏഷ്യക്കാർക്ക് വലിയ നല്ല പേരൊന്നുമില്ല ഉണ്ട്. അങ്ങനത്തെ കമ്പനികളുണ്ട്. അതാണ് ഇപ്പൊ എന്തുവാണെങ്കിലും നിങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്ന കമ്പനികളുണ്ട്. അപ്പൊ നമ്മള് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്യുക. നമ്മൾ അതിന് ആ രൂപത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുമില്ല. ചൈനീസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതുമില്ല. A, B, C ഗ്രേഡ് ഉണ്ട്. എയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഗ്രേഡ് ആയി നല്ല ക്വാളിറ്റി കിട്ടും. B ആണെങ്കിൽ ആവറേജ് ആയി. സിയിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ സിയും അതിന്റെ അങ്ങോട്ട് D ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ രൂപത്തിലുണ്ട്. ശരി അത് സത്യമാണ്. കാരണങ്ങൾ എന്താ എല്ലാവരും ചോദിക്കും അവിടെ വന്നിട്ട് ഇതെന്താ ഇത്ര ചൈന പ്രോഡക്റ്റ് ഇത്ര ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വർക്ക്മാൻഷിപ്പാണ്. ലേബർ കോസ്റ്റ് വളരെ കുറവാണ്. ലേബർ കോസ്റ്റ് കുറവല്ല, തെറ്റിദ്ധാരണയാണ്. അതായത് എൻ്റെ സ്റ്റാഫിന് ഞാൻ അവിടെ എൻ്റെ ഒരു ഓഫീസ് സ്റ്റാഫിന് ഞാൻ 4000 RMB അതായത് അവിടുത്തെ RMB എന്ന് പറഞ്ഞാൽ RMB എന്ന് വെച്ചാൽ ഇന്നത്തെ വെച്ചിട്ട് ഏകദേശം 7 രൂപയാണ്. അതായത് 28,000 രൂപ ഒരു 22-23 വയസ്സായ ഒരു പെൺകുട്ടിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അറിയുന്നതുകൊണ്ടാണ് അത്. പിന്നെ അവർക്ക് ഫുഡ് അക്കോമഡേഷൻ അത് ഫ്രീ ആണ്. അതും ഏകദേശം ഒരു 1500 RMB മൾട്ടിപ്ലൈ ബൈ 7. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഇവര് വോളിയം ഹയർ വോളിയം ചെയ്യുന്നതുകൊണ്ടാണോ? അതിന്റെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടറികളൊക്കെ ഹൈലി ഓട്ടോമേറ്റഡ് ആണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാക്ടറി തൊഴിലാളി അല്ലെങ്കിൽ അത് തൊഴിലാളികൾ ഒരു ഫാക്ടറി തുടങ്ങുന്ന സമയത്ത് വെച്ചാൽ 7 മണിക്ക് അലാറം റിങ് ചെയ്താൽ അവർ ഉണർന്ന് റെഡിയായി 7:30 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് 8 മണിക്ക് അവരെ പ്ലാറ്റ്ഫോമിലെത്തും. 12 മണിയാകുമ്പോൾ അലാറം അടിക്കും, കംപ്ലീറ്റ് സ്റ്റോപ്പ് ലഞ്ച് ഫാക്ടറി പ്രമേസ് തന്നെ. അത് കഴിഞ്ഞ് 1 മണിക്കൂർ റെസ്റ്റ്, വീണ്ടും 1 മണിക്ക് ബെല്ലടിച്ച് കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഒരു 5 മണി വരെ. 8 മണിക്കൂറോ അല്ലെ 9 കൂറോ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു അതുമല്ല. അപ്പൊ ശരിക്കും വെച്ചാൽ അതിന്റെ ഔട്ട്പുട്ട് ഭയങ്കരമാണ്. നമ്മുടെ നാട്ടിലുള്ള ഓഫീസിലൊക്കെ അവർ വിളിച്ച് കൂട്ടിക്കൊണ്ട് വന്നാൽ അവർ കണ്ടിട്ട് ഇവിടെ തന്നെ ഇരിക്കും, പിന്നെ തിരിച്ച് അവരുടെ നാട്ടിലോട്ട് പോയില്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റും, അത്രയും റിലാക്സിംഗ് ആണ് നമ്മൾ. അതാണ് എല്ലാവരും വിചാരിക്കുന്നത് കോട്ടേജ് ഇൻഡസ്ട്രി ചെറിയ ചെറിയ വീടുകൾ ചെറിയ റൂമിൽ ഉണ്ടാക്കുന്നതാണ്. അതല്ല സംഭവം. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫാക്ടറി ഒരു ചെറിയ ഇങ്ങനത്തെ ഉണ്ടാക്കുന്ന ഫാക്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100-500 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. സൗകര്യങ്ങളും എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഫുഡ് ബാക്കിയുള്ള അക്കോമഡേഷൻ ബാക്കിയുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലാണ്, നല്ല എഫിഷ്യൻസി ഉള്ള വർക്ക്. എഫിഷ്യൻസിയാണ്, അതാണ് ഏറ്റവും വലിയത്. എന്തായിരുന്നാലും ചൈന ഇപ്പോൾ വേൾഡിനെ തന്നെ ഒരു എന്താ പറയുക കയ്യിലെടുക്കുന്ന ഒരു അത്ര ഒരു കപ്പാസിറ്റി എടുത്തു കഴിഞ്ഞു. ബിക്കോസ് എല്ലാ സ്ഥലത്തും അവർ ക്രോൾ ചെയ്ത് കയറി കഴിഞ്ഞു. ഇന്നിപ്പോൾ ലാസ്റ്റ് മന്ത് കെന്യയിൽ ചെന്നപ്പോൾ അവിടെ കാണാൻ പറ്റുന്നത് ചൈന ഗവൺമെൻറ് തന്നെ കെന്യയിൽ ബ്രിഡ്ജ് കിട്ടുകയാണ്.
പക്ഷേ ആ ബ്രിഡ്ജ് കെട്ടുന്നതും അവർ തന്നെയാണ്. അതിനുള്ള കോൺട്രാക്ടിങ് ലേബർ കോസ്റ്റിന് മാത്രമുള്ള ബില്ല് മാത്രം കെന്യ ഗവൺമെൻറ്റിന് അവർ ക്ലെയിം ചെയ്യുന്നു. പക്ഷേ ഫ്രീ ആയിട്ട് ബ്രിഡ്ജ് കെട്ടി കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള പരിപാടി ചൈന നെക്സ്റ്റ് കൺട്രീനെ ഡെവലപ്പ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇവർക്ക് ട്രേഡ് ചെയ്യാൻ അവിടെ സൗകര്യം ഉണ്ടാക്കുകയാണ്. പക്ഷേ നമ്മുടെ കൺട്രി ഇത്രയും നല്ല സൗകര്യങ്ങളുണ്ടായിട്ടും ഇത്രയും നല്ല ബ്രെയിനി പീപ്പിൾ ഉണ്ടായിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മുടെ പൈസയൊക്കെ സ്വിസ് ബാങ്കിൽ അടഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ കൺട്രിയുടെ പെട്രോൾ ഉണ്ട്, അയൺ ഉണ്ട്, സ്റ്റീൽ ഉണ്ട്, മറ്റുള്ള എല്ലാ സാധനങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, മാൻ പവർ ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് ആക്ച്വലി വി ആർ നത്തിങ്. പക്ഷേ നമ്മൾ ഹൈലി റിസോഴ്സ്ഫുൾ ആണ്. അത് നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതിന് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ വി ആർ വെരി റിലാക്സ്ഡ്, ലെഥാർജിക് അബൌട്ട് അവർ ലൈഫ്. റിലാക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് പൊളിറ്റിക്സ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രീഡം ഇല്ല. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കൊരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പൊളിറ്റിക്സ്, ഒരു പാർട്ടി ആരാണോ അവർ തീരുമാനിക്കുന്നതല്ലാതെ കുറേ വ്യക്തികളോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ നടക്കുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ചൈനീസ് പീപ്പിൾ. അവർ നാടിന് ചൈനീസ് എൻ്റെ സ്റ്റാഫൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മോൻ്റെ കല്യാണത്തിനൊക്കെ അവർ ഒരു 3 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവർ ചൈനീസ് എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ചെറിയ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് അവരെ എല്ലാം കൂടെ മുഖം എല്ലാം കൂടെ ചോക്കും. കാരണം യൂണിറ്റി, ഭയങ്കര യൂണിറ്റി. അവര് വേറെ ഒരാളെ ഉപദ്രവിക്കില്ല, വേറെ ആരും ഇല്ല. എല്ലാവരും ഭയങ്കര ബഹുമാനം, ഭയങ്കര. ചൈന മൊത്തമായിട്ട് ഒരു ടീമായിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു ടീം വർക്ക് നമ്മൾ പൊതുവെ കോർപ്പറേറ്റ് കമ്പനീസ് കാണാറുണ്ട്. ഒരു ടീം നന്നായി വർക്ക് ചെയ്യണമെങ്കിൽ ആ ടീമിന്റെ എഫിഷ്യൻസി നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും സർ ഇപ്പോൾ ചൈനയിൽ ഒരു 9 years ജീവിക്കുന്നു. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് വി ഹാവ് ഹിയർ. ഇവിടുത്തെ ബിസിനസ് പീപ്പിളിനെക്കാട്ടിലും ഡിഫറെൻ്റ് ആണ്. അപ്കമിങ് ഓൺടർപ്രണേഴ്സിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു യങ്സ്റ്ററിന് സാറിൻ്റെ അഡ്വൈസ് എന്തായിരിക്കും? ഹാർഡ് വർക്കിംഗ്, ഹോണസ്റ്റി, സിൻസിയാരിറ്റി. എപ്പോഴും വെച്ചാൽ എല്ലാവരും ഇപ്പം പെട്ടെന്ന് പണം ഉണ്ടാക്കണം, പെട്ടെന്ന് പിന്നെ എന്താ പറയുക അധ്വാനിക്കാതെ പണം ഉണ്ടാക്കണം. അങ്ങനത്തെ ഒരു സാധനം ഈ ലോകത്തില്ല. So hard working, honesty and sincerity. 3 things are very important in business as well as in life. In everything. Anyways, that was a nice interview. Though we have a lot of small disturbance. നമ്മൾ സാറിൻ്റെ ഒരു ബിസിയായ ഒരു യൂണിറ്റ് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ബസ്സിൻ്റെയും ലോറിയുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റി. ബട്ട് ഇറ്റ് വാസ് വെരി ലൈവ്ലി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ പ്രൊവൈഡിങ് യുവർ half an hour time with me as well as our viewers. Thank you very much, all of you. Thank you. സോ വ്യൂവേഴ്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇൻ്റർനാഷണൽ സബ്ജക്റ്റാണ് നമ്മൾ സംസാരിച്ചത്. നമ്മുടെ ഇന്ത്യ എത്ര ഹൈലി റിസോഴ്സ്ഫുൾ ആണ്, പക്ഷേ എങ്കിലും തന്നെ വി ആർ നോട്ട് ദാറ്റ് മച്ച് ടു ദ എഫിഷ്യൻറ്റ് ലെവൽ. നമ്മൾ എവിടെ എത്തിയിരിക്കണം അവിടെ എത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ കുറച്ച് ബാക്ക്വേർഡാണ്. ദോ വി ആർ സ്റ്റിൽ ഇൻ ഡെവലപ്പിംഗ് ഫേസ്. പക്ഷേ ചൈനയിൽ അവർ വർക്ക് ചെയ്യുന്ന ആ മോഡൽ സർ പറയുണ്ടായി, വളരെ പ്രൊഡക്റ്റീവായിട്ട് വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ടാണ് ചൈന is able to place their benchmark and across the globe എന്ന് തന്നെ പറയാം. സോ ഇതിന് മാത്രമല്ല, ബിസിനസ് ജീവിതമായാലും സ്വന്തം പേഴ്സണൽ ജീവിതമായാലും 3 കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തേ പറ്റൂ. ഹാർഡ് വർക്ക്, ഹോണസ്റ്റി ആൻഡ് സിൻസിയാരിറ്റി. ഇതെങ്ങനെയാണ് ജീവിതത്തിൽ ഇംപ്ലൈ ചെയ്യുന്നത്? ഒരു ഹാർഡ് വർക്ക്, ഹോണസ്റ്റി, സിൻസിയാരിറ്റി ഉണ്ടെങ്കിൽ ബിസിനസ് ലൈഫ് ഇസ് സക്സസ്ഫുൾ. When the business life is successful, automatically our personal life is successful. So both are interconnected. ഇത്രയും നല്ല എപ്പിസോഡ്, ഇത്രയും നല്ല ആൾക്കാർ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് അതിനെ നമ്മൾ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്തായിരുന്നാലും ഇത്രയും നല്ല എപ്പിസോഡായിട്ട് വീണ്ടും ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാണ്. Until then, it's me, Smita, signing off. Take care. So viewers, ഇന്നത്തെ എപ്പിസോഡിൻ്റെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? I repeat the question. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? ഈ ചോദ്യത്തിന് ശരി ഉത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ചറിയിക്കുക. നന്ദി. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484 231 7782 അല്ലെങ്കിൽ 83.
ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484 231 7782 അല്ലെങ്കിൽ 83.